അർജന്റീനയെ ഫിഫ ലോകകപ്പിൽ നിന്ന് വിലക്കണമെന്ന ഓൺലൈൻ ഹർജി ഗിന്നസ് റെക്കോർഡിന് സമീപമെത്തിയെന്ന് വാർത്തകൾ. അതെ, ഇപ്പോൾ ലോക ഫുട്ബോളിൽ വൈറലാകുന്നത് ഇതാണ്. ഒരു ഓൺലൈൻ ഹർജി, ലക്ഷക്കണക്കിന് ആളുകൾ ഒപ്പിട്ട ഹർജി ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിനടുത്തെത്തി എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷെ ചോദ്യം ഇതാണ്, ശരിക്കും അർജന്റീനയെ ഫിഫ ലോകകപ്പിൽ നിന്ന് വിലക്കാനാകുമോ? എന്താണ് ഈ ഹർജി? ആരാണ് തുടങ്ങിയത്? എന്തിനാണ് ഇത്രയും പേർ ഒപ്പിട്ടത്? ഇന്ന് നമുക്കത് നോക്കാം. NDTV സ്പോർട്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അർജന്റീന ദേശീയ ടീമിനെ ഭാവിയിലെ ലോകകപ്പുകളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഓൺലൈൻ പെറ്റീഷൻ ആരംഭിച്ചു. വളരെ വേഗത്തിൽ അത് ലക്ഷക്കണക്കിന് പിന്തുണ ലഭിച്ചു. റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഈ ഹർജിക്ക് ലഭിച്ച ഒപ്പുകളുടെ എണ്ണം ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ നിലവാരത്തിലേക്ക് എത്തിയെന്നാണ് അവകാശവാദം. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഫിഫയുടെ ഔദ്യോഗിക നടപടിയല്ല, ഇതൊരു ഓൺലൈൻ ഹർജിയാണ്. അപ്പോൾ ഈ ഹർജി എന്തുകൊണ്ടാണ് തുടങ്ങിയത്? അർജന്റീനയുടെ സമീപകാല മത്സരങ്ങൾ, റഫറിംഗ് തീരുമാനങ്ങൾ, ഫിഫ ചില ടീമുകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്ന വിശ്വാസം, പ്രത്യേകിച്ച് അർജന്റീനയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കുന്നു എന്ന ആരോപണം, ഇതെല്ലാമാണ് ഹർജിക്ക് പിന്നിലെ പ്രധാന കാരണം. ഇത്തരം ആരോപണങ്ങൾ പുതിയതല്ല. 2022 ഖത്തർ ലോകകപ്പ് മുതൽ തന്നെ ലോക ഫുട്ബോളിൽ ഒരു വലിയ ചർച്ചയുണ്ടായിരുന്നു. അർജന്റീനയ്ക്ക് കൂടുതൽ പെനാൽറ്റികൾ ലഭിച്ചോ? റഫറിംഗ് തീരുമാനങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നോ? VAR ഇടപെടലുകൾ സമമായിരുന്നോ? ലോകകപ്പിനിടെ സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ചകൾ വൻതോതിൽ നടന്നിരുന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയണം, ഒരു ടീമിന് കൂടുതൽ പെനാൽറ്റികൾ ലഭിച്ചതുകൊണ്ട് മാത്രം ടീം ചതി ചെയ്തു എന്ന് തെളിയിക്കാനാവില്ല. അതിനെ വ്യക്തമായ തെളിവുകൾ വേണം. ഇപ്പോൾ ഹർജിയിലേക്ക് വരാം. ഹർജിയുടെ ആവശ്യകത എന്താണ്? അർജന്റീനയെ ഫിഫ ലോകകപ്പുകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിലക്കണം, റഫറിംഗ് സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണം, ഫിഫയുടെ തീരുമാനങ്ങൾ പരസ്യത ഉറപ്പാക്കണം. ഇവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഇത് കേൾക്കുമ്പോൾ വലിയ കാര്യമെന്ന് തോന്നാം. പക്ഷേ ഫുട്ബോൾ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഹർജികൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു ക്ലബിനെതിരെ, ഒരു താരത്തിനെതിരെ, ഒരു റഫറിക്കെതിരെ, ഒരു ടൂർണമെന്റിന്റെ ഫലം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട്. പക്ഷെ അവയിൽ എത്ര എണ്ണം യഥാർത്ഥത്തിൽ നിയമപരമായ നടപടിയിലേക്ക് പോയി? വളരെ കുറവ്. കാരണം ഫിഫ ഒരു ഓൺലൈൻ വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ലോകകപ്പ് യോഗ്യത റദ്ദാക്കുന്ന സംഘടനയല്ല. ഫിഫ ഒരു ടീമിനെ സസ്പെൻഡ് ചെയ്യാൻ സാധാരണയായി എന്തൊക്കെയാണ് നോക്കുന്നത്? സർക്കാർ ഇടപെടൽ, ഫുട്ബോൾ ഫെഡറേഷനിലെ ഗുരുതരമായ ക്രമക്കേടുകൾ, മാച്ച് ഫിക്സിംഗ്, അഴിമതി, വംശീയ വിവേചനം അല്ലെങ്കിൽ ഗുരുതര ശാസന ലംഘനം, സുരക്ഷാ പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങളാണ് ഫിഫ നടപടിയെടുക്കുന്നത്. ഉദാഹരണത്തിന്, വിവിധ രാജ്യങ്ങളുടെ ഫുട്ബോൾ ഫെഡറേഷനുകൾ സർക്കാർ ഇടപെടലിനെ തുടർന്ന് ഫിഫ സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ട്. അതായത് ഫിഫയ്ക്ക് വിലക്ക് ഏർപ്പെടുത്താനുള്ള അധികാരമുണ്ട്. പക്ഷേ അതിന് ശക്തമായ അന്വേഷണവും തെളിവും ആവശ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ അത്തരം തെളിവുകളുണ്ടോ? ഇതുവരെ പൊതുരംഗത്ത് അങ്ങനെയൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതാണ് ഏറ്റവും നിർണായകമായ ഭാഗം. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആകുന്നത് ഒരു കാര്യം, ഫിഫ ശാസ്ത്ര നടപടി ആരംഭിക്കുന്നത് മറ്റൊരു കാര്യം. ഇപ്പോൾ ആരാധകരുടെ പ്രതികരണം നോക്കാം. അർജന്റീന വിരുദ്ധ ആരാധകർ പറയുന്നത് വലിയ ടീമുകൾക്ക് പലപ്പോഴും അനുകൂല തീരുമാനങ്ങൾ ലഭിക്കുന്നു. അർജന്റീന ആരാധകർ പറയുന്നത് ലോകകപ്പ് ജയിച്ചത് മൈതാനത്തിലെ പ്രകടനത്തിലൂടെയാണ്. മെസ്സി, ഡി മരിയ, എമിലിയാനോ മാർട്ടിസ് തുടങ്ങിയ താരങ്ങളുടെ പ്രകടനമാണ് വിജയത്തിന് കാരണം. ഇരുവശത്തും ശക്തമായ വികാരമുണ്ട്. പ്രത്യേകിച്ച് ലയണൽ മെസ്സിയുടെ പേര് വന്നാൽ ചർച്ച കൂടുതൽ ചൂടാകും. മെസ്സിക്ക് ലോകമെമ്പാടും അതിയായ ആരാധകരുണ്ട്. അതുപോലെ അദ്ദേഹത്തെ വിമർശിക്കുന്നവരുമുണ്ട്. അതിനാൽ അർജന്റീനയെക്കുറിച്ചുള്ള ഏത് വാർത്തയും വെറും സ്പോർട്സ് വാർത്തയായി നിൽക്കാറില്ല, അത് വികാരങ്ങളുടെ യുദ്ധമാകുന്നു. ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഒരു പ്രധാന സൂക്ഷ്മതയുണ്ട്. ഹർജി ഗിന്നസ് റെക്കോർഡിന് അടുത്തെത്തിയെന്ന അവകാശവാദമാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഔദ്യോഗികമായി ഈ ഹർജിയെ റെക്കോർഡെ അംഗീകരിച്ചെന്ന വിവരം ഇപ്പോൾ ലഭ്യമല്ല. അതിനാൽ ഗിന്നസ് റെക്കോർഡ് തകർത്തു എന്ന് പറയുന്നത് ശരിയല്ല. ഗിന്നസ് നിലവാരത്തിന് സമീപമെത്തിയെന്ന അവകാശവാദം എന്നാണ് കൃത്യമായ വിവരണം. ഇത് പ്രത്യേകിച്ച് യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു വലിയ ചോദ്യം, ഇത്രയും പേർ ഒപ്പിട്ടാൽ ഫിഫയ്ക്ക് നടപടി എടുക്കേണ്ടി വരുമോ? നേരിട്ടില്ല. ഓൺലൈൻ ഹർജികൾ പൊതുജന സമ്മർദ്ദം സൃഷ്ടിക്കാം, മാധ്യമ ശ്രദ്ധ നേടാം, ഒരു വിഷയത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവരാം. പക്ഷേ അവ സ്വയം ശാസന നടപടിയാകില്ല. ഫിഫയ്ക്ക് തെളിവ്, അന്വേഷണം, നിയമ നടപടി, ശാസന സമിതി ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അർജന്റീനയ്ക്ക് ലോകകപ്പിൽ കളിക്കാൻ തടസ്സമുണ്ടോ? ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇല്ല. അർജന്റീന ഫിഫയുടെ അംഗരാജ്യമാണ്. ടീമിനെതിരെ ഔദ്യോഗിക ലോകകപ്പ് വിലക്ക് പ്രഖ്യാപിച്ചിട്ടില്ല, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല, യോഗ്യത റദ്ദാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു വൈറൽ ഓൺലൈൻ പ്രക്ഷോഭമാണ്, ഔദ്യോഗിക ഫിഫ വിലക്ക് അല്ല. അവസാനം ഒരു കാര്യം, സ്പോർട്സിൽ വികാരങ്ങൾ സ്വാഭാവികമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടീം ജയിച്ചാൽ സന്തോഷിക്കും, തോറ്റാൽ റഫറിയെ കുറ്റപ്പെടുത്തും, VARനെ വിമർശിക്കും, ഫിഫയെ സംശയിക്കും. അത് ആരാധക സംസ്കാരത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഒരു ദേശീയ ടീമിനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കണം എന്നത് വളരെ ഗുരുതരമായ ആവശ്യമാണ്. അതിന് സോഷ്യൽ മീഡിയ ട്രെൻഡിനേക്കാൾ ശക്തമായ തെളിവുകൾ വേണം. ഇപ്പോൾ വരെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം അർജന്റീനയ്ക്കെതിരെ വൈറൽ ഹർജി വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഒപ്പുകൾ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഫിഫ അർജന്റീനയെ ലോകകപ്പിൽ നിന്ന് വിലക്കിയിട്ടില്ല, ഔദ്യോഗിക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല, ഗിന്നസ് റെക്കോർഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് ഇപ്പോഴത്തെ സത്യം ഒറ്റവരിയിൽ പറഞ്ഞാൽ, വൈറലായ ഹർജിയുണ്ട്, ലോകകപ്പ് വിലക്കില്ല.